നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സീരീസ് ഓഫ് ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കുറച്ച് ക്ലാസ്സുകളായി നമ്മൾ സംസാരിക്കുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. നമ്മൾ സമത്വത്തിനുള്ള അവകാശങ്ങൾ പഠിച്ചു കഴിഞ്ഞു, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ തുടങ്ങി. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് നമ്മൾ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു. ഇനി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. ആർട്ടിക്കിൾ 19 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 ആണ്. ആർട്ടിക്കിൾ 20 എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതിൽ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം. ഈ കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം ആർക്കാണ് നൽകുന്നത്? കുറ്റാരോപിതനാണ്. കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്കാണ് എന്ത് നൽകുന്നത്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം നൽകുന്നത്. കുറ്റാരോപിതനും കുറ്റവാളിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? ഒരാളുടെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തു. അയാൾ കുറ്റവാളിയല്ല, അയാൾ ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. അയാളെ കോടതിയിൽ വിചാരണ ചെയ്യുന്നു. കോടതി അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ട് വിധിക്കുന്നു, ശിക്ഷ വിധിക്കുന്നു. അപ്പോഴാണ് ഈ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി എന്തായി മാറുന്നത്? കുറ്റവാളിയായി മാറുന്നത്. അപ്പോൾ അതുവരെ ആരാണ് അയാൾ? കുറ്റാരോപിതൻ മാത്രമാണ്. അപ്പോൾ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികളിൽ ആരുണ്ടാകും? നിരപരാധികൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അവരുടെ സംരക്ഷണവും ഇന്ത്യൻ ഭരണഘടനയുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആർട്ടിക്കിൾ 20 പറയുന്നത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള, കുറ്റാരോപിതർക്കെതിരെ കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണമാണ് എന്ത് നൽകുന്നത്? ആർട്ടിക്കിൾ 20 നൽകുന്നത്. ഈ ആർട്ടിക്കിൾ 20 ഉദ്ദേശിക്കുന്നത് ആർബിറ്ററി ആൻഡ് എക്സസീവ് പണിഷ്മെന്റ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആർബിറ്ററി എന്ന് വെച്ചാൽ അനിയന്ത്രിതമായ, അല്ലെങ്കിൽ എക്സസീവ്, അല്ലെങ്കിൽ എക്സസീവ്, അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ശിക്ഷാവിധികളിൽ നിന്ന് കുറ്റാരോപിതരെ തടയുക എന്നുള്ളതാണ് എന്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 20 ലക്ഷ്യം എന്ന് പറയുന്നത് കുറ്റാരോപിതരെ കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതിൽ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. അതിന്റെ ഉദ്ദേശം കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തിക്ക് അനിയന്ത്രിതവും തീവ്രവുമായിട്ടുള്ള ശിക്ഷാവിധികൾ നൽകുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ശിക്ഷകൾ ഏറ്റുവാങ്ങുന്നതിൽ നിന്ന് അതിനെ തടയുക എന്നുള്ളതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 20 ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റവാളിയായിട്ടില്ല. കുറ്റാരോപിതനായിരിക്കുന്ന വ്യക്തിക്ക് അയാൾക്ക് അയാളുടെ ഭാഗം അവതരിപ്പിക്കുവാനുള്ള അയാൾക്ക് സ്വയം പ്രതിരോധിക്കുവാനായിട്ട് അവസരം ലഭിക്കണം. ഒരു കുറ്റവാളിക്ക് എന്ത് വേണം? അഡ്വക്കേറ്റിനെ വെക്കുവാൻ, അല്ലെങ്കിൽ കുറ്റാരോപിതൻ അഡ്വക്കേറ്റിനെ വെക്കുവാനും അദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ വാദിക്കുവാനായിട്ട് കഴിയണം. മാത്രമല്ല, ഒരു മുൻവിധികളില്ലാത്ത, പ്രജുഡൈസ് ആയിട്ടില്ലാത്ത, മുൻവിധികളില്ലാത്ത ഒരു വിചാരണ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അർഹതപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് പറയുന്നത്, ആർബിറ്ററിയും ആൻഡ് എക്സസീവ്, തീവ്രവുമായിട്ടുള്ള പണിഷ്മെന്റുകളെ കുറ്റാരോപിതരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 20 ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന 3 അവകാശങ്ങൾ ഈ പറയുന്ന കുറ്റാരോപിതർക്ക് നൽകുന്നുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്നതാണ്. നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞാൽ നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അതായത് മുൻകാല പ്രാബല്യത്തോടു കൂടി ക്രിമിനൽ നിയമങ്ങൾ നിർമ്മിക്കരുത് എന്നുള്ളതാണ്. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ നിർമ്മിക്കരുത്. അതായത് നിലവിലിരിക്കുന്ന ഒരു നിയമം ലംഘിക്കുന്നവനാണ് എന്തെന്ന് പറയുന്നത്? കുറ്റവാളി എന്ന് പറയുന്നത്. ആ നിലവിലിരിക്കുന്ന നിയമത്തിന്റെ ശിക്ഷ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൊടുക്കാൻ പാടുള്ളൂ. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണമാണ്, അത് അങ്ങനെ തന്നെ എടുക്കണം.
അതായത് ഇപ്പോൾ ഈ ദിവസം ഇന്ത്യയിൽ എന്താണ്, കൊലപാതകത്തിന് വധശിക്ഷയില്ല എന്ന് കരുതുക. ഞാനൊരു കൊലപാതകം ചെയ്തു, വധശിക്ഷയില്ല ഇന്ത്യയിൽ, അങ്ങനെ കരുതുക. ഒരു കൊലപാതകം ചെയ്താൽ ഇന്ത്യയിലെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒരു 15 വർഷം തടവാണെന്ന് കരുതുക. ഞാൻ ഇന്ന് ഒരു കൊലപാതകം നടത്തി, എന്നെ വിചാരണ ചെയ്തു, എനിക്കെന്താണ് ശിക്ഷ കിട്ടുവാൻ എനിക്കെന്താണ് അർഹതയുള്ളത്? എനിക്ക് 15 വർഷമാണ് എനിക്ക് ശിക്ഷ കിട്ടുവാനുള്ള അർഹതയുള്ളത്. എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ശിക്ഷാ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് കൊലപാതകം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? തൂക്കുകയർ കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ ശിക്ഷയ്ക്ക് ഞാൻ അർഹനല്ല. കാരണം ഞാൻ ആ കൊലപാതകം ചെയ്യുമ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ശിക്ഷാവിധി എന്ന് പറയുന്നത് 15 വർഷം തടവ് മാത്രമാണ്, തൂക്കുകയറില്ല. അപ്പോൾ അതാണ് പറയുന്നത്, മുൻകാല പ്രാബല്യത്തോടുകൂടി എന്ത് നിർമ്മിക്കാൻ പാടില്ല? ക്രിമിനൽ നിയമങ്ങൾ നിർമ്മിക്കുവാൻ പാടുള്ളതല്ല. മുൻകാല പ്രാബല്യത്തോടുകൂടി ക്രിമിനൽ നിയമങ്ങൾ നിർമ്മിക്കുവാൻ പാടുള്ളതല്ല. അത് ഈ കുറ്റാരോപിതർക്ക് നൽകുന്ന ഒരവകാശമാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നോ ഡബിൾ ജിയോപാഡി എന്നുള്ളതാണ്. നോ ഡബിൾ ജിയോപാഡി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യുവാനോ ശിക്ഷിക്കുവാനോ പാടുള്ളതല്ല. ഒരു കുറ്റത്തിന് അയാൾക്ക് ഒരു വിചാരണ പാടുള്ളൂ, ഒരു ശിക്ഷയെ നൽകുവാനായിട്ട് പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ വിചാരണകളോ ശിക്ഷകളോ നൽകുവാനായിട്ട് പാടുള്ളതല്ല. ഒന്നിൽ കൂടുതൽ വിചാരണയോ ശിക്ഷയോ നൽകാൻ പാടുള്ളതല്ല. എന്ന് പറയുന്നതാണ് നോ ഡബിൾ ജിയോപാഡി എന്ന് പറയുന്നത്. മൂന്നാമത്തെ നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്നുള്ളതാണ്. നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ കുറ്റവാളി, അതായത് ആ കുറ്റാരോപിതനോട് അയാൾക്കെതിരെ തെളിവുകൾ നൽകുവാൻ എന്ത് ചെയ്യരുത്? പ്രേരിപ്പിക്കാൻ പാടുള്ളതല്ല. കുറ്റാരോപിതനെ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അയാൾക്കെതിരെയുള്ള തെളിവുകൾ നൽകുവാനായിട്ട് പ്രേരിപ്പിക്കാൻ പാടില്ല. കുറ്റാരോപിതനെ കൊണ്ട് അയാൾക്കെതിരായി തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കരുത്. കുറ്റാരോപിതനെ കൊണ്ട് അയാൾക്കെതിരായിട്ട് തെളിവുകൾ നൽകുവാനായിട്ട് പ്രേരിപ്പിക്കരുത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു കുറ്റവാളി അല്ലെങ്കിൽ കുറ്റാരോപിതനെ കൊണ്ട് നിങ്ങൾ ബ്രെയിൻ മാപ്പിംഗ് എന്ന് കേട്ടിട്ടില്ലേ? ബ്രെയിൻ മാപ്പിംഗ്, നാർക്കോ അനാലിസിസ് ടെസ്റ്റ്, ഇവയൊക്കെ ചെയ്യുവാനായിട്ട് നിർബന്ധിക്കുവാൻ കഴിയില്ല. അത് ചെയ്യിച്ചാൽ തന്നെ അതൊരു ഫുൾ എവിഡൻസ് ആയിട്ട് കോടതി സ്വീകരിക്കുകയുമില്ല. ബ്രെയിൻ മാപ്പിംഗ്, നാർക്കോ അനാലിസിസ് ടെസ്റ്റ് മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് കുറ്റാരോപിതനെ കൊണ്ട് അയാൾക്ക് തന്നെ എതിരായി തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കരുത്. എന്തൊക്കെയാണ്? ബ്രെയിൻ മാപ്പിങ്ങും നാർക്കോ അനാലിസിസ് ടെസ്റ്റ് ഒക്കെയാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്. എന്നാൽ ഫിംഗർ പ്രിന്റ്, ബ്ലഡ് സാമ്പിള്, DNA ടെസ്റ്റ്, ഇവയ്ക്കെല്ലാം എന്ത് ചെയ്യാൻ കഴിയും? ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥന് കുറ്റവാളിയെ അല്ലെങ്കിൽ കുറ്റാരോപിതനെ നിർബന്ധിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ബ്രെയിൻ മാപ്പിംഗ്, നാർക്കോ അനാലിസിസ് ടെസ്റ്റ് എന്നിവയ്ക്കൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല? നിർബന്ധിക്കാൻ കഴിയില്ല. അതാണ് കുറ്റാരോപിതനെ കൊണ്ട് അയാൾക്കെതിരായിട്ട് തെളിവുകൾ നൽകുവാനായിട്ട് പ്രേരിപ്പിക്കരുത് എന്ന് പറയുന്നത്.
ബ്രെയിൻ മാപ്പിംഗ്, നാർക്കോ അനാലിസിസ് ടെസ്റ്റ് ഒക്കെയാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് ഒക്കെ എന്ന് വെച്ചാൽ ഒരു മരുന്ന്, ഒരു മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടാണ് അത് നടത്തുന്നത് തന്നെ. പൂർണ്ണമായിട്ടും ഒരു സ്വബോധത്തിലായിരിക്കുകയില്ല അത് ചെയ്യുന്ന സമയത്ത് ആ കുറ്റാരോപിതൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, കുറ്റാരോപിതനെ കൊണ്ട് അയാൾക്കെതിരായിട്ട് എന്താണ് തെളിവ് കൊടുക്കാൻ പ്രേരിപ്പിക്കരുത്. എന്നാൽ എന്ത് ചെയ്യാം, ഫിംഗർ പ്രിന്റ് എടുക്കാം, ബ്ലഡ് സാമ്പിൾ എടുക്കാം, DNA ടെസ്റ്റ് എടുക്കാം. ഇതിനൊക്കെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥനെ കുറ്റാരോപിതനെ എന്താണ് നിർബന്ധിക്കുകയും ചെയ്യാം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ആർട്ടിക്കിൾ 20 കുറ്റാരോപിതർക്ക് എന്താണ് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് എന്താണ് സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണം നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 21 പറയുന്നത് എന്താണ്, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണമാണ്. എന്താണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണമാണ്. ഈ ആർട്ടിക്കിൾ 20, 21 ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും എന്താണ് റദ്ദ് ചെയ്യാൻ കഴിയാൻ പറ്റാത്ത ഭരണഘടനയിലെ വകുപ്പുകളാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20, 21 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് എന്താണ്, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള അവകാശമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഒരു അവകാശം കൂടിയാണ് എന്തെന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം എന്ന് പറയുന്നത്. അതായത് ഇത് പറയുന്നത് ഇതാണ്, അതായത് പ്രൊസീജിയർ എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നാണ് പറയുന്നത്. അതായത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞാൽ അതായത് നിയമത്താൽ സ്ഥാപിതമായിട്ടുള്ള എന്താണ് നടപടിക്രമം. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നാണ് പറയുന്നത്. അതായത് നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമം എന്നാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, അതായത് നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമത്തിലൂടെ അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും ഹനിക്കുവാനായിട്ട് പാടുള്ളതല്ല. ആർട്ടിക്കിൾ 21 പറയുന്നത് എന്താണ്, ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ പറയുന്നത് ഇതാണ്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, അതായത് നിയമത്താൽ സ്ഥാപിതമായിട്ടുള്ള നടപടിക്രമത്തിലൂടെ അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വ്യക്തിയുടെയും ജീവനോ എന്തോ അപഹരിക്കാൻ പാടില്ല, ജീവനോ അപഹരിക്കാൻ പാടില്ല, വ്യക്തി സ്വാതന്ത്ര്യമോ അപഹരിക്കുവാൻ പാടില്ല. പക്ഷെ അവ രണ്ടും അപഹരിക്കാം. എങ്ങനെയാണെങ്കിൽ നിയമത്താൽ സ്ഥാപിതമായിട്ടുള്ള നടപടിക്രമത്തിലൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കാം, പിന്നെ എന്താണ് വേണമെങ്കിൽ എന്താണ് ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യവും നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റിനെ അപഹരിക്കാം. എങ്ങനെയാണെങ്കിൽ മാത്രം നിയമത്താൽ സ്ഥാപിതമായിട്ടുള്ള നടപടിക്രമത്തിലൂടെ അല്ലാതെ വേറൊരു മാർഗത്തിലൂടെയും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വ്യക്തിയുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും എന്ത് ചെയ്യാൻ പാടില്ല, തടുക്കുവാൻ പാടുള്ളതല്ല. വ്യക്തികൾക്കാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ആർക്കാണ്? വ്യക്തികൾക്കാണ്, പൗരന്മാർക്കെന്നല്ല പറയുന്നത്. ആർട്ടിക്കിൾ 20, 21 എല്ലാം എന്താണ്, വ്യക്തികൾക്ക് ലഭ്യമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിയമത്താൽ സ്ഥാപിതമായിട്ടുള്ള നടപടിക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമത്താൽ സ്ഥാപിതമായിട്ടുള്ള നടപടിക്രമം അല്ലെങ്കിൽ എന്താണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരു നിയമം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അത് പാർലമെന്റിൽ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയറുകളുണ്ട്. ആ പ്രൊസീജിയറുകൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഒരു നിയമം ഉണ്ടായതെങ്കിൽ എന്താണ്, ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, ഒരു വ്യക്തിയുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാം എന്ത് ചെയ്യാൻ കഴിയും, അതിനെ തടയുവാനായിട്ട് ആർക്ക് കഴിയും, സ്റ്റേറ്റിന് കഴിയുമെന്നാണ് പറയുന്നത്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്, അതായത് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന ഒരു കേസുണ്ട്. ആ കേസിൽ AK ഗോപാലൻ എന്താണ് കരുതൽ തടങ്കലിൽ വെക്കും. AK ഗോപാലിനെ വെക്കും. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു, പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോകും. എന്നാൽ എന്താണ്, ആ കേസിൽ എന്താണ് സുപ്രീം കോടതി ആർട്ടിക്കിൾ 19 21 തമ്മിൽ എന്താണ് ക്ലബ്ബ് ചെയ്യേണ്ട ആവശ്യകതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് അനുകൂലമായിട്ടുള്ള ഒരു വിധി ലഭിക്കില്ല. അങ്ങനെ എന്താണ് അവർ നോക്കുന്നത്, എന്താണ് ഈ പറയുന്ന എന്താണ് അദ്ദേഹത്തിന്റെ കരുതൽ തടങ്കൽ എന്ന് പറയുന്ന നിയമം
എന്താണ് ഒരു പ്രൊസീജിയർ അനുസരിച്ച് കൃത്യമായിട്ട് എന്താണ് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. അപ്പോൾ എന്താണ് കോടതി പറഞ്ഞത്? അതെന്താണ്? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ്. അത് പ്രകാരം എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു? നിങ്ങളെ എന്താണ് തടങ്കലിൽ താമസിപ്പിക്കാം, നിങ്ങളുടെ എന്താണ് വ്യക്തി സ്വാതന്ത്ര്യത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഒക്കെ എന്ത് ചെയ്യാം? തടയിടാമെന്നാണ് അന്ന് കോടതി വിധി എന്താണ് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസിൽ പറഞ്ഞത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? നിങ്ങളുടെ മനസ്സിൽ ഈ കേസ് ഓർത്തു വെക്കുക. നമുക്കിത് പിന്നീട് ആവശ്യം വരും. അപ്പോൾ നിയമത്താൽ എന്താണ് സ്ഥാപിതമായിട്ടുള്ള നടപടിക്രമം വഴി എന്ത് ചെയ്യാം? ഒരാളുടെ ജീവനും അയാളുടെ എന്താണ് വ്യക്തി സ്വാതന്ത്ര്യവും ഗവൺമെന്റിന് ഹനിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതും എന്ത് ചെയ്യുക? നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. പിന്നെ ഈ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം എന്ന് പറയുന്നത് വെറുതെ ജീവിക്കുവാനുള്ള അവകാശമാണോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാന്യമായിട്ട് ജീവിക്കാനുള്ള എന്താണ്? മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശമാണ്. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് വരും? പാർപ്പിട സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താണ് പാർപ്പിടം ലഭിക്കുക എന്നുള്ളത് എന്താണ് പൗരന്റെ ഈ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായിട്ട് വരും. മാന്യമായിട്ടൊരു ഉപജീവന മാർഗം എന്നുള്ളതും എന്തിന്റെ പരിധിയിൽ വരും? ഈ പറയുന്ന ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും എന്നുള്ളതിന്റെ പരിധിയിൽ വരും. എന്താണ്? അതായത് ഒരു വ്യക്തിക്ക് എന്താണ് പാർപ്പിടത്തിനുള്ള അവകാശം, ഉപജീവന മാർഗത്തിനുള്ള അവകാശങ്ങളെല്ലാം എന്തുവരും? ഈ പറയുന്ന ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിന് കീഴിൽ വരും എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ചല്ല ആർട്ടിക്കിൾ 21 പറയുന്നത്. മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശമാണ്. അതിന്റെ ഭാഗമാണ് എന്താ ഈ പറയുന്ന പാർപ്പിടം, ഉപജീവന മാർഗം, എന്താണ് ഒരു മാന്യമായിട്ടുള്ള തൊഴിൽ എന്നിവയെല്ലാം എന്താണ് ഇതിന്റെ പരിധിയിൽ വരും എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി ഇത് മാത്രമല്ല, പൊതുനിരത്തുകളിൽ എന്തു നിരോധിച്ചിട്ടുണ്ട്? പുകവലി നിരോധിച്ചിട്ടുണ്ട്. പൊതുനിരത്തുകളിലെ പുകവലി നിരോധിച്ച ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അതേതാണ്? ആർട്ടിക്കിൾ 21 ആണ്. പൊതുനിരത്തിലെ പുകവലി നിരോധിച്ചു. ഈ പൊതുനിരത്തിലെ പുകവലി നിരോധിച്ചത് ഏതാണ്? ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ആ ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പൊതുനിരത്തിലെ പുകവലി നിരോധിച്ചതിന് കാരണമായ ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്നുള്ളത് എന്താണ്? ആർട്ടിക്കിൾ 21 ആണ്. അപ്പോ ഈ പൊതുനിരത്തിലെ പുകവലി നിരോധിച്ചു. മാത്രമല്ല, നമ്മൾ ആർട്ടിക്കിൾ 19(1)D പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അവിടെ നമ്മൾ പറഞ്ഞത് പൗരന് ഇന്ത്യക്കകത്ത് സഞ്ചരിക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചാണെങ്കിൽ ഒരു പൗരന്റെ വിദേശ രാജ്യങ്ങളിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ആണ്. എന്താണ്? പൗരന്റെ വിദേശ രാജ്യ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പൗരന്റെ വിദേശ രാജ്യ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 21 ആണ്. അത് രണ്ടും വ്യക്തമായി മനസ്സിലാക്കണം. ഇന്ത്യക്കകത്തുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 19(1)D എന്ന് പറയുന്നത്. ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു പൗരന്റെ എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആർട്ടിക്കിൾ 21 ആണ്. പൊതുനിരത്തിലെ പുകവലി നിരോധിച്ച ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾ 21 തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, അതായത് നമ്മളുടെ എന്താണ് അതായത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്താണ് നമ്മളുടെ സ്വകാര്യത എന്ന് പറയുന്നത്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്വകാര്യത എന്ന് പറയുന്ന സംഭവം എന്താണ് ഒരു മൗലിക അവകാശമായിട്ട് ഉൾപ്പെടുത്തിയത് ഈ ആർട്ടിക്കിളിന് കീഴിലാണ്. ആർട്ടിക്കിൾ 21 കീഴിലാണ്. സ്വകാര്യത മൗലിക അവകാശമാണ്. ഈ സ്വകാര്യത മൗലിക അവകാശമായിട്ട് വരുന്നത് ആർട്ടിക്കിൾ 21 കീഴിലാണ്. അതായത് കേസ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 2017 കേസിലാണ് ഇത് വരുന്നത്. എന്താണ്? പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ.
എന്ന് പറയുന്ന 2017 കേസിലാണ് സ്വകാര്യത എന്നുള്ളത് എന്താണ് മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധിക്കുന്നത്. അതായത് ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് റിട്ടയർഡ് ജസ്റ്റിസ് ആയിരുന്ന പുട്ടുസ്വാമി കൊടുത്ത ഒരു കേസാണ്. എന്നാൽ അതിൽ ആധാറുമായി ബന്ധപ്പെട്ട് അത് ലിങ്ക് ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായിട്ടാണ് എന്ത് ഉണ്ടായത്, വിധി ഉണ്ടായത്. എന്നാൽ എന്താണ് അതിലൊരു പ്രധാനപ്പെട്ട പരാമർശം സുപ്രീം കോടതി പറഞ്ഞു. ആ പരാമർശമാണ് ഈ പറയുന്നത് സ്വകാര്യത എന്നുള്ളത് ഒരു വ്യക്തിയുടെ എന്താണ് മൗലിക അവകാശമാണ്. അത് ആ പൗരനെ സ്വകാര്യത മൗലിക അവകാശമാക്കി പൗരനെ അനുവദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഇനി ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കേസ് നമുക്ക് പഠിക്കാനുള്ളത് മേനകാ ഗാന്ധി കേസാണ്. മേനകാ ഗാന്ധി കേസ് 1978 നടന്ന മേനകാ ഗാന്ധി കേസ്. മേനകാ ഗാന്ധി കേസിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അതായത് മേനകാ ഗാന്ധിയോട് അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ എന്താണ് പാസ്പോർട്ട് അതോറിറ്റി എന്ത് പറഞ്ഞു, 1967 പാസ്പോർട്ട് ആക്ട് പ്രകാരം ഇനി മേനകാ ഗാന്ധിയുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ മേനകാ ഗാന്ധി എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടതെന്ന് എന്തുകൊണ്ട് ഞാൻ അത് ചെയ്യണം എന്നുള്ളത് തിരിച്ച് ലെറ്ററായിട്ട് എഴുതി ചോദിക്കുന്നു. അതിന് അവർ പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് രാജ്യസുരക്ഷ സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്, അതുകൊണ്ടാണ് എന്തുകൊണ്ട് നിങ്ങൾ സറണ്ടർ ചെയ്യണം എന്നുള്ളത് നിങ്ങളോട് പറയേണ്ട ആവശ്യകതയില്ല എന്ന് എന്താണ് പാസ്പോർട്ട് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉത്തരം കിട്ടുന്നു. തുടർന്ന് മേനകാ ഗാന്ധി എന്ത് ചെയ്യുന്നു, സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അപ്പോഴാണ് നമ്മൾ നേരത്തെ ഒരു കേസ് പറഞ്ഞു 1950 എന്താണ് AK ഗോപാലൻ വേഴ്സസ് എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസിൽ അദ്ദേഹത്തിന് എന്താണ് കരുതൽ തടങ്കലിൽ വെച്ചപ്പോൾ അന്നത്തെ സുപ്രീം കോടതി പറഞ്ഞ കേസ് എന്ന് പറഞ്ഞത് എന്താണ്, നമുക്കിതിൽ ഇടപെടാൻ കഴിയില്ല. കാരണം എന്താണ് അവിടെ നടന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ്. അതായത് നിയമത്താൽ സ്ഥാപിതമായിട്ടുള്ള നടപടിക്രമത്തിലൂടെയാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന AK ഗോപാലൻ എന്ത് ചെയ്തത്, തടങ്കലിലാക്കിയത്. അതുകൊണ്ട് എന്താണ് നമുക്ക് ഇടപെടാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത്. എന്നാൽ ഈ മേനകാ ഗാന്ധി കേസ് എത്തിയപ്പോൾ ആർട്ടിക്കിൾ 21 സംബന്ധിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ എന്താണ് കാഴ്ചപ്പാടുകൾ തന്നെ വളരെ വിശാലമായിട്ട് മാറി. അവിടെയാണ് സുപ്രീം കോടതി എന്താണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്ന ഒരു വിഷയം പറയുന്നത്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ മലയാളത്തിൽ എന്താണ് നിയമപരമായ നടപടിക്രമങ്ങൾ എന്ന് പറയും. ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ആശയമാണ് എന്തെന്ന് പറയുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഇവിടെ ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയും ഡ്യൂ പ്രോസസ് ഓഫ് ലോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയിൽ എന്താണ് പരിഗണിക്കുക, ഒരു പാർലമെന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു നിയമനിർമ്മാണ സഭ ഒരു നിയമം ഉണ്ടാക്കിയത് അതിൻ്റെ എന്താണ് നടപടികളെല്ലാം പാലിച്ചുകൊണ്ടാണോ എന്ന് മാത്രമേ ഇവിടെ നോക്കുകയുള്ളൂ. എന്തില് നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമത്തിൽ ആകെ നോക്കുന്നത് എന്താണ്, ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്താണ് ആ പ്രൊസീജിയറുകളെല്ലാം പാലിച്ചുകൊണ്ടാണോ, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് വാലിഡ് എന്ന് എന്ത് പറയും കോടതി പറയും. എന്നാൽ ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു അമേരിക്കൻ ആശയമാണ്. USA അമേരിക്കൻ ആശയമാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോയും ഈ പറയുന്ന എന്താണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ എന്താണ് പ്രൊസീജിയർ ഓക്കെ ആണെങ്കിൽ ആ നിയമം എന്താണ് ഓക്കെ ആകും. പക്ഷെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആകുമ്പോൾ അവിടെ ഒരു വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ പ്രൊസീജിയർ എല്ലാം ഓക്കെ ആയിട്ടാണ് പാർലമെന്റ് ഒരു നിയമം നിർമ്മിക്കുന്നത്, പക്ഷേ എന്താണ് ആ നിയമം എന്നുള്ളത് നീതിയുക്തമാണോ എന്നുള്ള ഒരു പരിശോധന എവിടെ നടക്കും, ഈ ഡ്യൂ പ്രോസസ് ഇൻ ലോയിൽ നടക്കും. അതായത് നിങ്ങൾ എന്താണ് പ്രൊസീജിയറുകളെല്ലാം പാലിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത് നിയമം പാസ്സാക്കിയത്, പക്ഷെ ആ നിയമം എന്താണ് നീതിയുക്തമാണോ എന്ന് പരിശോധിക്കും. അതാണ് എന്തെന്ന് പറയുന്നത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഇന്ത്യയിലെ എന്താണ് കോടതി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത് സുപ്രീം കോടതി പരിഗണിച്ച കേസാണ് എന്തെന്ന് പറയുന്നത് മേനകാ ഗാന്ധി കേസ് എന്ന് പറയുന്നത് 1978 മേനകാ ഗാന്ധി കേസ് എന്ന് പറഞ്ഞത്.
അവിടെ എന്താണ് പാസ്പോർട്ട് ആക്ട് നിലവിലുണ്ട്. അത് എന്താണ് കൃത്യമായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടാണ് നിലവിൽ വന്നത് എന്ന് മാത്രമല്ല കോടതി നോക്കിയത്, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ വല്ല നീതിയുമുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്തു കോടതി നോക്കി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. ഈ പറയുന്ന നിയമത്താൽ സ്ഥാപിതമായിട്ടുള്ള നടപടിക്രമത്തിലൂടെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A ആണ്. അതായത് 6 വയസ്സ് മുതൽ, ആർട്ടിക്കിൾ 21A പറയുന്നത് എന്താണ്, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ട് എന്ന് പറയുന്ന ഭരണഘടനയുടെ വകുപ്പാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A. അപ്പോൾ എന്താണ്, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മൗലികമായിട്ടുള്ള അവകാശമാണ് എന്തെന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21A പറയുന്നത് എന്താണ്, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളുടെയും എന്താണ്, അവർക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ട്. ഈ കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ചുമതല ആർക്കാണ്, അത് സ്റ്റേറ്റിനാണ്. അത് സ്റ്റേറ്റിനാണ്. നമ്മൾ ഭരണകൂടം എന്നൊക്കെ അർത്ഥത്തിലാണ് പറയുന്നത് സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പൊ ആർട്ടിക്കിൾ 21A പ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എന്താണ്, സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ട്. അത് നൽകേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, അത് നൽകേണ്ട ഉത്തരവാദിത്തം സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഭരണകൂടത്തിനാണ്. അപ്പോ ഈ 6 വയസ്സ് വരെ മുതൽ എന്താണ്, 14 വയസ്സ് വരെ എന്താണ്, സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം. അത് മൗലിക അവകാശമാണ് എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിന്റെ ഭാഗം ആയിരുന്നില്ല. പിന്നെ എന്താണ്, 2002 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 2002 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്നുള്ളത് മൗലിക അവകാശമാക്കി മാറ്റിയത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ അത് മൗലിക അവകാശമല്ലായിരുന്നു. 2002 86ാമത് ഭരണഘടനാ ഭേദഗതി നടത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നത് സ്റ്റേറ്റിന്റെ കടമയാക്കി മാറ്റി, കുട്ടികളുടെ മൗലിക അവകാശമാക്കി മാറ്റി. അപ്പോ ഈ 86ാമത് ഭരണഘടനാ ഭേദഗതി വരുന്നത് വരെ, അല്ലെങ്കിൽ എന്താണ്, മൗലികാവകാശങ്ങളാക്കുന്നത് വരെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നത് നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലായിരുന്നു. അതെന്താണ് എന്നുള്ളത് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ നിങ്ങൾ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ 45 എന്ത് പറഞ്ഞിരുന്നത്, ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത് ആർട്ടിക്കിൾ 45 ഈ ആർട്ടിക്കിൾ 45 ബേസ് ചെയ്തുകൊണ്ടാണ് 2002 എന്ത് ചെയ്തത്, 86ാമത് ഭരണഘടനാ ഭേദഗതി നടത്തി എന്ത് ചെയ്തത്, ഈ നിർബന്ധിതവും എന്താണ് സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ത് ചെയ്തത്, കുട്ടികളുടെ മൗലിക അവകാശമാക്കി മാറ്റിയത്. ഇത് എന്തുകൊണ്ട് ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തി? നമ്മൾ ആർട്ടിക്കിൾ 21 പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞത് എന്താണ്, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. എങ്ങനെ ജീവിക്കുന്നതിനുള്ള അവകാശം, വെറുതെ ജീവിക്കാനുള്ള അവകാശമാണോ? അല്ല, ചൂഷണ വിമുക്തനായി എന്താണ് മാന്യമായിട്ട് ജീവിക്കാൻ എന്ത് വേണം ഉള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 നൽകുന്നത്. മാന്യമായിട്ട് ജീവിക്കണമെങ്കിൽ എന്ത് വേണം, നല്ലൊരു തൊഴിൽ വേണം. നല്ലൊരു തൊഴിൽ വേണമെങ്കിൽ എന്ത് വേണം, അവന് നല്ലൊരു വിദ്യാഭ്യാസം നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 21A, അതായത് ആർട്ടിക്കിൾ 21 മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശത്തിന്റെ കീഴിൽ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ട് എന്നുള്ള പോയിന്റ് എന്താണ്, മൗലിക അവകാശമാക്കി മാറ്റി നമ്മൾ എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഈ ആർട്ടിക്കിളിനെ പിൻപറ്റിക്കൊണ്ട് എന്താണ് നമ്മൾ 2009 എന്ത് ചെയ്തു, ഒരു വിദ്യാഭ്യാസ ബില്ല് പാസാക്കി. 2009 ഓഗസ്റ്റ്
26-ാം തീയതിയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ആ വിദ്യാഭ്യാസ നിയമം പാസ്സാക്കിയത്. ഇത് നിലവിൽ വന്നത് എന്ന് പറയുന്നത് എന്താണ്? 2010 ഏപ്രിൽ 1-ാം തീയതിയാണ്. എന്താണ്? 2009 ഓഗസ്റ്റ് 26-ന് നമ്മൾ എന്താണ് പാർലമെന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം പാസ്സാക്കി. അത് നിലവിൽ വന്നത് എന്താണ്? 2010 ഏപ്രിൽ 1-ാം തീയതിയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് എന്താണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ കടമയും അത് കിട്ടുക എന്നുള്ളത് എന്താണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ അല്ലെങ്കിൽ ആ കുട്ടികളെ സംബന്ധിച്ച് എന്താണ് അവരുടെ മൗലിക അവകാശവുമാക്കി മാറ്റിയത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 22 ആർട്ടിക്കിൾ 22 പറയുന്നത് എന്താണ്? അന്യായമായിട്ട് എന്താണ് അറസ്റ്റ് ചെയ്യുന്നതിനും തടങ്കലിൽ വെക്കുന്നതിനുമെതിരായിട്ടുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. എന്താണ്? അന്യായമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, പിന്നെ എന്താണ് തടങ്കലിൽ വെക്കുന്നതിനുമെതിരായിട്ടുള്ള അവകാശം. അന്യായമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് എന്താണ് തടങ്കലിൽ വെക്കുന്നതിനെതിരായിട്ടുമുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് 2 രീതിയിലുള്ള തടങ്കലുകളാണുള്ളത്. ഒന്ന് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയും, അതായത് ശിക്ഷാർഹമായിട്ടുള്ള തടവുകൾ. രണ്ടാമത്തേത് എന്താണ്? കരുതൽ തടങ്കൽ എന്ന് പറയും. ഒന്നാമത്തേത് എന്താണ്? ശിക്ഷാർഹമായിട്ടുള്ള തടവാണ്. രണ്ടാമത്തേത് എന്താണ്? ശിക്ഷാർഹമായിട്ടുള്ള തടവ് അഥവാ പ്യൂണിറ്റീവ് ഡിറ്റൻഷനും എന്താണ് കരുതൽ തടവ് അഥവാ എന്താണ് പ്രിവെന്റീവ് ഡിറ്റൻഷനും. ഇങ്ങനെ 2 രീതിയിലുള്ള തടവാണുള്ളത്. ഈ തടവിൽ നിന്ന് അന്യായമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനും തടങ്കലിൽ വെക്കുന്നതിനുമെതിരായിട്ടുള്ള അവകാശമാണ് എന്തെന്ന് പറയുന്നത്. ഈ ശിക്ഷാർഹമായിട്ടുള്ള തടവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ അറസ്റ്റ് ചെയ്യുന്നു, ഒരു കോടതിയിൽ നമ്മളെ ഹാജരാക്കുന്നു, നമ്മളെ എന്താണ് കോടതി അത് പരിശോധിക്കുന്നു, അദ്ദേഹം എന്താണ് തടവ് ശിക്ഷക്ക് എന്താണ് തടവിൽ വെക്കപ്പെടാൻ യോഗ്യനാണോ, കോടതിക്ക് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യുന്നു? തടവിൽ വെക്കുന്നു. പക്ഷേ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് എന്താണ് നമുക്ക് എന്താണ് ചില പ്രത്യേകമായി 3 അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, നമ്മൾ എന്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ള കാരണം ബോധിപ്പിക്കണം. എന്താണ്? നമ്മളെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാരണം ബോധിപ്പിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ്? എന്തിനാണ് നമ്മളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ബോധിപ്പിക്കണം. രണ്ടാമത്തേത്, നിയമസഹായം തേടുവാൻ അർഹതയുണ്ട്. രണ്ടാമത്തെ എന്താണ്? നമ്മളെ അറസ്റ്റ് ചെയ്താൽ, നമ്മളെ കാരണം ബോധിപ്പിച്ച് നമ്മളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്കൊരു വക്കീലിനെ കാണുവാനും വക്കീലുമായിട്ട് സംസാരിക്കുവാൻ എന്താണ് വക്കീൽ വഴി കോടതി വഴി ജാമ്യം കിട്ടുന്ന കേസാണെങ്കിൽ കോടതി വഴി ഇത് എടുക്കുവാനും, ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ ജാമ്യം കിട്ടുന്ന കേസാണെങ്കിൽ അവിടെ വെച്ച് അത് എടുക്കുവാനും, അല്ലെങ്കിൽ എന്താണ് കോടതി വഴി പോകണമെങ്കിൽ അതിനും എന്താണ് ഒരു നിയമസഹായത്തിന് നമുക്ക് എന്തുണ്ട്? അർഹതയുണ്ട്. സ്വയം പ്രതിരോധിക്കുവാനായിട്ട് കുറ്റാരോപിതന് എന്തുണ്ട്? അർഹതയുണ്ട്. അപ്പൊ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ എന്ത് ചെയ്യണം? കാരണം നമ്മളെ ബോധിപ്പിച്ചിട്ട് വേണം നമ്മളെ അറസ്റ്റ് ചെയ്യുവാനായിട്ട്. രണ്ടാമത് എന്താണ്? നിയമസഹായം തേടണം. ഇനി മൂന്നാമത്തേതാണ് പ്രധാനപ്പെട്ടത്. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം ഇയാളെ എന്ത് ചെയ്യണം? അടുത്തുള്ള മജിസ്ട്രേറ്റിനടുത്ത് ഹാജരാക്കണം. എന്താണ്? അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. പോലീസ് സേനയുടെ ഭാഗമല്ലാത്ത മജിസ്ട്രേറ്റ് ആണ് പിന്നെ തീരുമാനിക്കുന്നത് എന്ന് ഇയാളെ തടങ്കലിൽ വെക്കണമോ അല്ലോ എന്താണ് വെറുതെ വിടണമോ എന്നുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? അത് പോലീസ് സേനയുടെ ഭാഗമല്ലാത്ത മജിസ്ട്രേറ്റിനാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് പ്രൊസീജിയറുകൾ കഴിഞ്ഞ് എന്താണ് നമ്മൾ കുറ്റവാളിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കോടതി നമുക്കൊരു ശിക്ഷ വിധിച്ച് അങ്ങനെ നൽകുന്ന തടവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ, അല്ലെങ്കിൽ എന്താണ് ശിക്ഷാർഹമായിട്ടുള്ള തടവ് എന്ന് പറയുന്നത്. ഇനി കരുതൽ തടവ് അഥവാ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് തടയുന്നതിനായിട്ട് എന്താണ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിക്കുന്നതാണ് എന്ത് കരുതൽ തടങ്കൽ, അല്ലെങ്കിൽ എന്താണ് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു രാജ്യദ്രോഹ പ്രവൃത്തി ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് ചെയ്യുമെന്നോ, അല്ലെങ്കിൽ എന്താണ് രാജ്യദ്രോഹ പ്രവൃത്തികൾ ചെയ്യുമെന്നോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കാരണം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ ബോധ്യപ്പെടുന്ന പക്ഷം എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ കരുതൽ തടങ്കലിൽ വെക്കുവാനായിട്ട് കഴിയും. രാജ്യദ്രോഹ പ്രവർത്തനം, പിന്നെന്താണ് ക്രമസമാധാന ലംഘനം എന്നിവക്ക് കാരണം ആകുമെന്ന് ബോധ്യപ്പെട്ടാൽ എന്താണ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ എന്താണ് ക്രമസമാധാന ലംഘനങ്ങൾക്കോ എന്താണ് നമ്മൾ കാരണമാകുമെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ കരുതൽ തടങ്കലിലായി താമസിക്കുവാനായിട്ട് കഴിയും. 1950 ഫെബ്രുവരി 26 ഈ പറയുന്ന കരുതൽ തടങ്കൽ എന്താണ് നിയമം, അല്ലെങ്കിൽ എന്താണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് എന്ന് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കുന്നത് 1950 ഫെബ്രുവരി 26 ഈ നിയമപ്രകാരം ഒരാളെ മാക്സിമം കരുതൽ തടങ്കലിൽ വെക്കാൻ കഴിയുന്ന കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്, 3 months ആണ്. ഒരാളെ മാക്സിമം തടങ്കലിൽ വെക്കാൻ കഴിയുന്ന കാലാവധി എന്ന് പറയുന്നത് ഈ 3 മാസത്തിന് ശേഷം അദ്ദേഹത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു കമ്മിറ്റിക്ക് മുന്നിൽ അദ്ദേഹത്തെ സമർപ്പിക്കുകയും പിന്നീട് അവരാണ് തീരുമാനിക്കുന്നത് ഈ കരുതൽ തടങ്കൽ നീട്ടണമോ വേണ്ടയോ എന്നുള്ളത്. മാക്സിമം വെക്കാൻ കഴിയുന്ന കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. കരുതൽ തടങ്കൽ നിയമപ്രകാരം ആദ്യമായിട്ട് അറസ്റ്റിലായ വ്യക്തിയാണ് AK ഗോപാലൻ എന്ന് പറയുന്നത്. കരുതൽ തടങ്കൽ നിയമപ്രകാരം ആദ്യമായിട്ട് അറസ്റ്റിലായ വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത് AK ഗോപാലൻ എന്ന് പറയുന്നത്. ഇതാണ് എന്താണ് ശിക്ഷാർഹമായ തടവും കരുതൽ തടവും, അതായത് പ്യൂണിറ്റീവ് ഡിറ്റൻഷനും പ്രിവെന്റീവ് ഡിറ്റൻഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 22 പറയുന്നത് എന്താണ്? അന്യായമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനും തടങ്കലിൽ വെക്കുന്നതിനും എതിരായിട്ടുള്ള പൗരന്റെ അവകാശങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇതോടുകൂടി എന്ത് കഴിയുന്നു? നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള ക്ലാസ്സുകൾ എന്താണ് ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത മൗലിക അവകാശങ്ങളാണ് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആർട്ടിക്കിൾ 21A ഈ 2 വകുപ്പുകളെയും സംരക്ഷിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21A തുടങ്ങിയ വകുപ്പുകളുടെ സംരക്ഷണം ഏത് ആർട്ടിക്കിളിൽ നിക്ഷിപ്തമാണ്? ആർട്ടിക്കിൾ 21 നിക്ഷിപ്തമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തോടുകൂടി എന്താണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് സമത്വത്തിനുള്ള അവകാശങ്ങൾ കഴിഞ്ഞു, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ കഴിഞ്ഞു. അടുത്ത മൗലികാവകാശങ്ങളുമായിട്ട് എന്ത് ചെയ്യുക? നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.